ഹലോ, അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ കണ്ടാലോ. നാച്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് ജൂൺ 1 ആട്ടോ. ഞങ്ങളുടെ ആനിവേഴ്സറിയും അവളുടെ ബർത്ത്ഡേയും തമ്മിൽ 2-3 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രീ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഷൂട്ടിൻ്റെ കാര്യങ്ങളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രീ ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കർമ്മയിലാട്ടോ. കർമ്മ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ കർമ്മ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാട്ടോ. ഫോട്ടോഷൂട്ടിനായിട്ടും ചില്ല് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈവനിങ് ടൈമിലാണ് ഒത്തിരി ഭംഗി കാണാൻ. മോർണിംഗിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫോട്ടോഷൂട്ടിന് ഏറ്റവും ബെറ്റർ ടൈം മോർണിംഗ് ആയിരിക്കും. നാച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവളുടെ അബ്ബ അവൾക്കൊരു ജീപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവീൽ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം നാച്ചു ജീപ്പിലൊക്കെ കയറിയിട്ട് ഭയങ്കര റോളിലാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആളുള്ളത്. അതുപോലെ നമ്മളെ പ്രീ ഷൂട്ടിൻ്റെയും ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ ക്രിയേറ്റീവ് കപ്പിൾസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലുള്ള ഒരു താത്തയും ഒരിക്കലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി വർക്കായിരുന്നു. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിൽ. അതുപോലെ മോളുടെ ഫോട്ടോഷൂട്ട് വെഡ്ബീൻസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓൾറെഡി അറിയുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസമായിട്ടോ ജൂൺ 1. ഡെക്കറേഷനൊക്കെ ജോറായി നടക്കുന്നുണ്ട്, പക്ഷേ ജൂൺ 1 ആയതുകൊണ്ട് നല്ല മഴയും നല്ല ഇടിയും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോഗ്രാം കൊള്ളാവുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മളെല്ലാവരെയും ലഞ്ചിനാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 100 ആൾക്കാരെ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വരാനൊക്കെ ലേറ്റായി, നല്ല മഴ കാരണം. എന്തായാലും ഒരു 1:30 ആകുമ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ നെസക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത കളർ തീം ഒരു പർപ്പിൾ ആൻഡ് പീക്കോക്ക് കളർ തീം ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവർക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അവർ ഫുൾ ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ പോയി. അപ്പം നാച്ചു ആ ഗ്യാപ്പിൽ പായസം തട്ടി വിടണം കേട്ടോ. നമ്മൾ ക്ഷണിച്ചൊരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ നെയ്ബേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഫുഡ് കഴിച്ചിട്ടായിരുന്നു നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് സ്പെഷ്യൽ ബിരിയാണി അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. നമ്മളിവിടെ ബിരിയാണിയൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മ കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. ഉമ്മ അതുപോലെ 2 അനിയന്മാർ, പിന്നെ ഉപ്പുണ്ട്. ഉപ്പാക്കൊന്ന് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ആൾ ഫോട്ടോക്കും വീഡിയോക്കും നിന്നിട്ടില്ല കേട്ടോ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കും മഴയൊക്കെ ഒന്ന് അവസാനിച്ചൊന്ന് ശാന്തമായിട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് പർപ്പിൾ തീമും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പീക്കോക്ക് തീമും ആട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോമൻ ബേബി കോസ്റ്റ്യൂം എവിടെ നിന്നാണ് ചെയ്യിപ്പിച്ചതെന്ന്. ആക്ച്വലി ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നാച്ചുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായി കഴിഞ്ഞിട്ടോ. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അബ്ബക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ആൾക്ക് ലീവ് കിട്ടിയില്ല. അതാണ് ഒരു വിഷമം ഉണ്ടായിരുന്നത്. എന്തായാലും അൽഹംദുലില്ലാ പ്രോഗ്രാം എല്ലാം അടിപൊളിയായി. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ വർഷം എടുത്താട്ടോ. അപ്പോൾ മോൾക്ക് 1.5 വയസ്സായി എന്ന്. എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുവിൻ്റെ ബർത്ത്ഡേ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.